സീനിയർ ആയിട്ടുള്ള പ്രിൻസ് സാറ് തീർച്ചയായിട്ടും സെന്റ് തോമസിൽ നിന്ന് പ്രഥമാധ്യാപകനായി പോകുന്നതിൽ സന്തോഷമുണ്ടെങ്കിൽ സെന്റ് തോമസിനെ സംബന്ധിച്ച് ടീം സെന്റ് തോമസിനെ സംബന്ധിച്ച് നമുക്കൊരു വലിയ നികത്താനാവാത്ത കുറവാണ് ഘടകമാണ്. നമുക്കറിയാം സാറിന്റെ ദീർഘമായിട്ടുള്ള അധ്യാപന പരിചയം ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ക്ലാസ് ടീച്ചർഷിപ്പ്, സ്റ്റാഫ് സെക്രട്ടറി, അതോടൊപ്പം തന്നെ സാർ മറ്റ് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലൊക്കെ ഒത്തിരിയേറെ കാര്യങ്ങൾ സാർ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഇടയ്ക്ക് നമ്മൾ കളിയാക്കുന്ന പോലെയുള്ള ലാൻഡ് ലോഡാണ്, ജന്മിയാണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കുട്ടികളോട് വളരെ വലിയ സീരിയസ് ആയ വിഷയങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ വളരെ ശാന്തതയോട് ഉള്ളവരോട് ലോങ് ടൈമില് ബന്ധങ്ങൾ പുലർത്തുന്ന ഒരാളാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു ഫോട്ടോ കണ്ടാണ്. കഴിഞ്ഞ വർഷം കുട്ടികൾക്ക് സാർ വീട്ടില് ട്രീറ്റ് കൊടുക്കുന്നു. അറിയില്ല, ഞാനിങ്ങനെ ഒന്ന് കണ്ടു. അപ്പൊ അങ്ങനെ ഒരു ബന്ധം, ഒരു ശിഷ്യ ബന്ധമൊക്കെ നിലനിർത്തുന്ന സെന്റ് തോമസില് അഭിവാജ്യ ഘടകമായിട്ട് പഴയ ഒരു ഇവിടുത്തെ ഒരു സീനിയർ അധ്യാപകൻ എന്ന നിലയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ, അതുപോലെ തന്നെ മാതാപിതാക്കന്മാർ. കഴിഞ്ഞ ദിവസമാണ് ഞാൻ ജോസ് സാറോടെ കൊച്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇന്നലെ പ്രിൻസാർ പറഞ്ഞു, ഞാൻ അറിയുന്ന പേരന്റ് നമുക്ക് പറഞ്ഞു, നമ്മൾ പറയാം അടുത്ത വർഷത്തെ അഡ്മിഷൻ. ഇങ്ങനെ ഒരു സീനിയർ ആയിട്ടുള്ള അധ്യാപകൻ സെന്റ് തോമസിൽ നിന്ന് മാറുമ്പോൾ, നമ്മുടെ പ്രിൻസാർ നമുക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും ടീം സെന്റ് തോമസിൽ മാതാപിതാക്കന്മാർക്കൊക്കെ ഒരു അസ്വസ്ഥതയാണ്, നമുക്ക് വലിയ കുറവാണ്, ഉണ്ടായ്മയാണ്. അതിനെ നമ്മൾ സ്വീകരിച്ചേ മതിയാവും സാറിന്. കാരണം നമുക്ക് സാറിനെ പറഞ്ഞു വിടാതിരിക്കാൻ പറ്റത്തില്ല. സാറും വളരെ നമ്മുടെ അധ്യാപന മേഖലയിലെ ഒരു പൂർണ്ണതയാണ് പ്രഥമാധ്യാപകനായി വിരമിക്കാൻ. അതിന് നമ്മൾ ആശംസകളും പ്രാർത്ഥനകളും നേരുമ്പോൾ സാറിനെ നമുക്ക് നന്ദിയോട് ഓർക്കണം. അങ്ങനെ പെട്ടെന്ന് മറക്കാവുന്ന ഒരാളല്ല സാറ്. ജീവശാസ്ത്ര വിഷയം, ബയോളജി ഭംഗിയായിട്ട് വളരെ കൂളായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതിനും സാറിന്റെ ഒരു ശൈലിയുണ്ട്. വളരെ ഞാൻ പറഞ്ഞില്ലേ, വളരെ എന്താ പറയുന്നത്, ഈസി ആയിട്ട് ഏത് വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു നൈപുണ്യം സാറിനുണ്ട്. അത് ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. നമുക്കിവിടെ സ്റ്റാഫ് സെക്രട്ടറി ആയിട്ട് കുറേ വർഷങ്ങൾ സ്റ്റാഫ് സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്യുന്നു. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളിലൊക്കെ ക്ലാസ് ടീച്ചർഷിപ്പും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂട്ടായ്മയുടെ വലിയ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഒരു ആശംസ അറിയിക്കുവാൻ ഞാൻ വളരെ ആഗ്രഹിക്കുന്നൊരു കാര്യം. കാരണം നിസ്സാര ആശംസ അംഗീകരിക്കാൻ പറ്റിയ സതീർത്ഥി എന്ന നിലയിൽ സിരിക്കുട്ടി ടീച്ചറിന് ഉണ്ടായിരുന്ന ഭാഗ്യത്തേക്കാൾ കൂടുതൽ സഹപ്രവർത്തകൻ എന്ന നിലയിൽ ഏകദേശം 16-18 വർഷം വേറെ ആരും കൂടി ഇല്ല എന്നെനിക്കല്ല, നിസ്സാരോടൊപ്പം പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ തലമുറയ്ക്ക് ഒരു പക്ഷേ സാറിനെ പോലെയുള്ള ആളുകൾ സ്കൂളിന് വേണ്ടി ചെയ്ത ത്യാഗം അതൊരു പക്ഷേ ഈ 12 വർഷത്തെ അനുഭവം മാത്രമേ. ഞാനൊക്കെ എനിക്ക് 16 വർഷത്തെ സാറിനെ അറിയാം. അതുകൊണ്ട് അത്ര അടുത്ത് അറിയാം ഒത്തിരി മേഖലകൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറയുന്നത് കുട്ടികളുമായിട്ടുള്ള ഒരു സാറിൻ്റെ ഒരു ഇടപെടൽ. 10B ക്ലാസ്, 10A, 10C, 10D, എനിക്കൊന്ന് ഒരു ക്ലാസ് മാത്രമേ ഞാൻ മാറാറുള്ളൂ. ബാക്കി ഞാനും ഒരു സാറും ജാൻസിയമ്മയാണ് ഇങ്ങനെ 10ാം ക്ലാസ് വർഷങ്ങളായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 10B ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ ഒരുപാടെല്ലാം ഒരു ആത്മബന്ധം ഉത്സാഹമുണ്ട് അവരുടെ മാതാപിതാക്കളുമായിട്ട്. പക്ഷേ സൂചിപ്പിച്ചത് ഈ അവധിക്ക് അവർ ഉത്സാഹത്തിൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടി. അത് വർഷങ്ങളായിട്ട് ഉള്ള ഒരു പ്രക്രിയയാണ്. അതോടൊപ്പം SSLC പരീക്ഷയ്ക്ക് മുൻപ് പരീക്ഷാ ദിവസങ്ങളിലെല്ലാം നമ്മുടെ ഇവിടെയുള്ള കുട്ടികൾ പോലും ഉത്സാഹിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടി ഉത്സാഹിന്റെ ടീച്ചറും അവർക്ക് ക്ലാസ് എടുക്കാം, ട്യൂഷൻ പോലെ ക്ലാസ് എടുക്കാം. എനിക്ക് അറിയാവുന്ന കാര്യം, ഈ ഓരോരുത്തർക്കും അറിയാവുന്ന, ഞാൻ പറഞ്ഞത് അറിയാം, ഇപ്പോഴത്തെ PhD-ക്കാരും മിടുക്കരാണ് പണ്ടത്തെ TTC-ക്കാർ. അവരുടെ അത്രയും ബോധം ശരിക്കും ഇപ്പോൾ ഡോക്ടറേറ്റ് കിട്ടിയ ആളുകൾക്ക് പോലും ഇല്ല. അപ്പോൾ ടീച്ചറും സാറും ആ കുഞ്ഞുങ്ങളെ പിടിച്ചു വരുത്തി എല്ലാ വിഷയവും, അത് ഹിന്ദി ഉൾപ്പെടെ എല്ലാ വിഷയവും അവർക്ക് ഈ സാർ ക്ലാസ്. അതെനിക്കറിയാവുന്ന കാര്യം. അത്രമാത്രം ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഈ 10 പീരീഡാണെന്ന് എനിക്കല്ല, ചിലപ്പോൾ അടുപ്പിച്ച് 3-4 പീരീഡുകളൊക്കെ
ഏതൊരു സാറില്ലായെങ്കിൽ ടീച്ചറില്ലായെങ്കിൽ പ്രിൻസാർ അവിടെ കയറി അവരെ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ശീലം പ്രിൻസാറിനുണ്ട്. അതുകൊണ്ട് വലിയൊരു ശിഷ്യ സമ്പത്ത് പല പ്രദേശത്ത് പ്രിൻസാറിനുണ്ട്. നമുക്ക് ഈ സ്കൂളിൽ വരുമ്പോൾ നിങ്ങൾക്കറിയാം, ആ പിള്ളേർ ആദ്യം ചോദിക്കുന്ന ഒരു പേര് പ്രിൻസാറില്ല എന്നാണ്. അത്രമാത്രം കുട്ടികളും മാതാപിതാക്കളുമായിട്ട് പ്രിൻസാറിന് എനിക്ക് തോന്നുന്നത് ഒരു കൊടുക്കൽ വാങ്ങൽ, അല്പം സ്നേഹം കൂടിയ കൊടുക്കൽ വാങ്ങലാണ്. പക്ഷേ പ്രിൻസാറിനോട് സൂചിപ്പിച്ചിട്ടുണ്ട്, ഞാനിപ്പം സ്നേഹിച്ചാലും ബാബുസാർ അവരെ വഴക്കുറക്കണം, അപ്പോൾ പിന്നെ അത് അഡ്ജസ്റ്റ് ആയിക്കോളും. അപ്പം അങ്ങനെ ആ ഒരു രീതി അത് എല്ലാ ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത് ഞാൻ പ്രിൻസാറിൽ കണ്ട ഒരു വലിയ മികവ് എന്ന് പറയുന്നത് ഒരു സംഘാടകൻ എന്ന നിലയിൽ നമുക്കറിയാം, പല സെന്റ് തോമസിനെ ടീം സെന്റ് തോമസ് ആക്കിയതിൽ ഒരു വലിയ പങ്ക് പ്രിൻസാറിന് യാതൊരു സംശയമില്ല. കാരണം നമ്മുടെ മറ്റൊരു സ്കൂളുകളിൽ ഇല്ലാത്ത ഒരു കൂട്ടായ്മ പല സെന്റ് തോമസിലെ അധ്യാപകർക്കിടയിൽ ഉണ്ട് എങ്കിൽ അത് പ്രിൻസാറ് ഒരു കാരണമാണ്. സ്റ്റാഫ് സെക്രട്ടറി എന്ന നിലയിൽ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും സാധാരണ പ്രാധാന്യം കൊടുക്കുന്നത് ടീച്ചേഴ്സിന് യാതൊരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിലാണ്. ഈ പരീക്ഷ നടത്തുന്ന സമയത്തറിയാം, ടൂർ പോകുന്ന സമയത്തറിയാം, കുട്ടികളെ ടൂർ കൊണ്ടുപോകുന്ന സമയത്തറിയാം, ടീച്ചേഴ്സിന് യാതൊരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ, അതായത് അവർക്ക് അസൗകര്യം ഉണ്ടെങ്കിൽ അത് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് സാറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അത് വലിയ കാര്യമാണ്. ഇത്രമാത്രം നല്ല രീതിയിൽ നമുക്കറിയാം, വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു എം.എസ്. ആർ പോയി കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ടൂർ എല്ലാ ക്ലാസ്സിലും അത് നേരിട്ട് നടത്തി. ജോസ് സാർ വന്നപ്പോഴാണ് സാർ അതൊന്ന് കൈമാറി പഠിച്ചിട്ട്. അതിന് മുമ്പ് വരെ ഇത് മുഴുവൻ വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് സാർ. യാതൊരുവിധ ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാകാതെ ടൂർ പോയ സംഘടിപ്പിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന്. ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട്, താമസവുമായിട്ട് ബന്ധപ്പെട്ട്, രാത്രികളിൽ അവരുടെ താമസ സൗകര്യത്തെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും ഇതുവരെയായിട്ട് ദൈവസഹായിച്ച് നമ്മുടെ സ്കൂളിൽ ടൂറുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. അത് വളരെ കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് നിർവഹിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ടൂറിന് പ്രത്യേകത നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാനായിട്ട് സാധിക്കും. മറ്റെല്ലാ സ്കൂളുകാരും ടൂറിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ സെന്റ് മേരീസ് 3000 രൂപയ്ക്ക് നടത്തുന്ന ടൂറ് 2000 രൂപയ്ക്ക് നടത്തിയിട്ട് സെയിം സ്ഥലം ബാക്കി ഒരു 200 അവിടെ തിരിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് ഭയങ്കരം. അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി. ഞാനത് എം.എസ്. ആർ കണ്ടു തിരിച്ചെടുക്കാൻ അത് എഴുതി വെച്ച പോലെയാണ് ഈ ടൂറാണ്. ഇന്ന സ്ഥലത്ത് ഇത്ര രൂപ, ഇന്ന സ്ഥലത്ത് ഇത്ര രൂപ, ഇന്ന സ്ഥലത്ത് വണ്ടി എടുത്ത് ഇത്ര സമയം, അങ്ങനെ കൃത്യമായിട്ട് സാർ അത് കണക്ക് കൂട്ടി ചെയ്യുവാനായിട്ട് സാധിക്കും. അത് വലിയ ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് അദ്ദേഹത്തിന് ഒരു വലിയ എഴുത്തുകാരൻ. ഈ ഞാൻ പറയല്ലോ, നമ്മുടെ ഈ കൂട്ടായ്മയെ വളർത്തുന്നത് വളരെ നന്മരസം നൽകുന്ന ചില സംഭാഷണങ്ങൾ. അതിപ്പോൾ നിങ്ങൾ എനിക്ക് തോന്നുന്നു ലേഡി ടീച്ചേഴ്സിനെ തന്നെ ഇവിടെ കൂടുതലായതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഒരുപക്ഷെ രജീറ്റിനൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ പല സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ സ്റ്റാഫും. അത്ര രസകരമാണ് പല സന്തോഷത്തിൻ്റെ സ്റ്റാഫും. അത് എന്താണെന്ന് സംസാരിക്കാൻ ധൈര്യമായിട്ട് എന്തും പറയാവുന്ന ഒരു വളരെ നമ്മൾ പറഞ്ഞാൽ ഒരുമാതിരി ഒരുപാട് തലവർത്താനങ്ങൾ വളരെ സാഹിത്യപരമായ നല്ല കുറിക്കൊള്ളുന്ന റെഡിക്കുത്ത് നിസ്സാര കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് ഡയലോഗ് ഇട്ടാൽ തീർച്ചയായിട്ടും അതിനകത്തൊരു ഹാസ്യമുണ്ട്, ഒരു തമാശ ഉണ്ട്. നമ്മൾ ചിരിച്ചു ഓൺ ദ സ്പോട്ട് ചിരിച്ചിട്ടെങ്കിലും ആലോചിച്ചാൽ ചിരിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ അദ്ദേഹത്തിൻ്റെ മനോഹരമായ കഥകൾ ഒക്കെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. സമയം കുറവുകൊണ്ട് എനിക്ക് തോന്നുന്നത് കിടക്കാൻ നേരത്ത് മാത്രമായിരിക്കാം ഒരു പക്ഷേ വണ്ടി നടന്ന ഒരു മനുഷ്യനാണ് ഞാൻ പുലിസാരെ കുറിച്ച് പറയാറുണ്ട്. കാരണം ഫുൾ ടൈം അത് വലിയൊരു ക്വാളിറ്റിയാണ്. ഞാൻ 4ാമതായിട്ട് പുലിസാരെ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. സ്വന്തം കുടുംബാംഗങ്ങളെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളുടെ മുഴുവൻ ക്ഷേമവും അവരുടെ ആരോഗ്യപരമായ മുഴുവൻ കാര്യങ്ങളും നേരിട്ട് നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരും ഹോസ്പിറ്റൽ കേസുകൾ, അവരുടെ അതിന് റിട്ടയർമെൻറ്റുള്ള ആളുകളുടെ അതിനുശേഷമുള്ള ജീവിതം, നമ്മുടെ ഇവിടെ തന്നെ ഞാൻ തന്നെ എന്തെങ്കിലും ഒരു നിസ്സാര ആരോഗ്യ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് നിസ്സാരമൊരു സംശയം ചോദിച്ചാൽ മറുപടി, അതായത് വളരെ കൃത്യമായ മറുപടിയുണ്ട്. ഇന്ന കാരണമാണ്. ഡോക്ടർമാരൊക്കെ പ്രതികാരം പ്രത്യേകത എനിക്ക് തോന്നുന്നു. ഡോക്ടർമാരൊക്കെ ശരിക്കും അത് ഫിനാൻസ് ചെയ്തേക്കാൻ സൂപ്പറായിട്ട് സാറ് പറയും, ഇന്നതാണ് എൻ്റെ വിഷയം, ഇന്ന ഡോക്ടറെ കണ്ടാൽ മതി, അല്ലെങ്കിൽ ഇന്ന മരുന്നാണ് കഴിക്കേണ്ടത്, കറക്റ്റായി. അത് യാതൊരു സംശയവും. അത്രമാത്രം ഈ ഞാൻ ഇതൊരു അനുഭവമാണ്, ഒരു എക്സ്പീരിയൻസ്. ഞാൻ എനിക്കൊരു ഒത്തിരി പേര് നമ്മളിങ്ങനെ പഴയ ഒത്തിരി പേര് അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾ ഒത്തിരി പേരെ അത് നമ്മൾ ഫുൾ ടൈം നമ്മളെപ്പോൾ പുരസ്കാരം വിളിച്ചാലും വണ്ടിയായി കാരണം പുരസ്കാരം ഓടിക്കൊണ്ടിരിക്കുകയാണ്.
പ്രൊഫസർ പറഞ്ഞ കുഴപ്പമില്ല എന്ന്. അപ്പോൾ ഏത് സമയം തിരിച്ച് വീട്ടിൽ കയറുമ്പോൾ ഇങ്ങനെ ഇതിനെല്ലാം ഒരു കാരണമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ വിശുദ്ധ കുർബാന ദിവ്യബലിയിൽ നിന്നും എല്ലാ ദിവസവും നേരിട്ട് ഈശോയുടെ അനുഗ്രഹം സ്വീകരിച്ച് കുർബാന മുടക്കാറുള്ളൊരു വ്യക്തിയാണ്. എല്ലാ ദിവസവും വിശ്വകുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. അതിൻ്റെ ഒരു അനുഗ്രഹം സാറിന് തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ വർഷങ്ങളായിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യം, എത്ര നിസ്സാരമായിട്ടുണ്ട് നിസ്സാര ഒരു അഭിപ്രായം നമ്മുടെ ഒരു മുഴുകാട്ടൊന്നും നിസ്സാര അങ്ങനെ ചെയ്താൽ പറയും, ഇങ്ങനെ ചെയ്താൽ പറയും, അങ്ങനെ വളരെ കൃത്യമാണ്. അതായത് നമ്മുടെ ഹെഡ് മാസ്റ്റർമാർക്കും നമ്മുടെ സ്കൂളിനും നല്ലത് വരത്തക്ക രീതിയിലുള്ള ഒരു സമീപനമാണ് സാറിന് ഇപ്പം ക്രിയേറ്റീവ് ഉൾപ്പെടെ മനസ്സിലാവും. എല്ലാ കാര്യത്തിലും ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട് ചെയ്യുവാനായിട്ട് സാർ ഒരു പ്രത്യേക കഴിവുണ്ട്. അത് നമുക്ക് സമീകരിക്കാൻ പറ്റില്ല, അത് വളരെ കൃത്യമാണ്. ഞങ്ങൾ ഇപ്പോൾ നമ്മൾ പിള്ളേരെ പിടിക്കുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ അതായത് പഴയ പുതിയ തലമുറ കുട്ടികൾക്ക് അല്ലെങ്കിൽ പുതിയ ടീച്ചേഴ്സിന് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. ജോബിന്റെ വന്ന സമയത്തൊക്കെ റോബി സാറും ഞാനും കെ സി സാറും സാറും കൂടെ രാത്രി 11:30 വീടിന് മുന്നിൽ പോയി കാർ കൊണ്ടു കിടന്നു. അതായത് ആ പുള്ളി പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ അടിച്ച് തിരിച്ചു വന്ന് രാത്രി 9:10 മക്കളെയൊക്കെ ചീത്ത പറഞ്ഞതിന് ശേഷം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പുള്ളി ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോഴാണ് ഞങ്ങൾ കയറി ഒരു പിടിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ രാത്രി 11 മണിക്ക് ഒരു അമ്പലത്തിൻ്റെ മുകളിൽ ഒരു കോളനിയുണ്ട്. അവിടെ ഞാനത്ര പല കാര്യം ആ താര ഹോട്ടലിലെ ഒരു ലേഡി സ്റ്റാഫുണ്ട്. അവരുടെ മകനെ ഞങ്ങൾ കൊല്ലൂർ ക്ഷേത്രത്തിൻ്റെ ഇപ്പുറത്തുനിന്ന് ഈ പറഞ്ഞ രീതിയിൽ രാത്രി 10 പോയി പിടിച്ച കേസാണ്. വണ്ടി ഇട്ടുകൊണ്ട് 8:30 അതിനകത്ത് കിടക്കുക. കാരണം വണ്ടിയാണ് ഓടും. ഇപ്പോഴത്തെ പോലെ ഇങ്ങനെ വണ്ടിയുള്ളവരാണെങ്കിൽ പിടിച്ചാറ് പോലെ ലാൻഡ് മാഫിയ ആയതുകൊണ്ട് പിന്നെ വണ്ടിയൊക്കെ പിടിച്ചാറ് വണ്ടി ചടവണ്ടിയുണ്ട്. 4 പേർക്ക് കയറിയ എവിടെ വണ്ടി കയറി പോകുന്ന വണ്ടികൾ പിടിച്ചാറ്. ഇപ്പോഴാണ് ഇത്തിരി ആശ വണ്ടിയൊക്കെ പണ്ട് ഒരു പച്ച കളറുള്ള സാറിന്റെ മാസ്റ്റർ വണ്ടികൾ എല്ലാ സാധനവും കയറ്റാവുന്ന ഞങ്ങളും കയറ്റാവുന്ന ആ ഒരു വണ്ടിയാണ്. എവിടെ വേണമെങ്കിലും കയറി പോകും. അതായത് നമുക്കുണ്ട് ഭയങ്കര ഒരു അനുഭവമാണ്. അങ്ങനെ ഒരു പുരുഷനോട് രാത്രി 11:30 കുട്ടികൾ കുടിച്ചോണ്ടാവും. അതായത് 3 ദിവസം കൊണ്ട് 17 കുട്ടികളെ കൊണ്ടുവന്ന് നമ്മൾ ട്യൂഷൻ നിലനിർത്തിയ 3 ദിവസം കൊണ്ട്, അതായത് നമ്മൾ പിള്ളേർപ്പിക്കാൻ പോകുമ്പോൾ ഇപ്പോൾ 1 മുതൽ 6 വരെയുള്ള 6 വർക്കിംഗ് 3 ദിവസം കൊണ്ടാണ് നമ്മൾ 17 പിള്ളേരെ പിടിച്ച് ഭയങ്കര മനസ്സിലാക്കേണ്ട കേസാണ്. ഇവിടെ ആപ്ലിക്കേഷൻ പോകുമ്പോൾ ടീച്ചേഴ്സ് ഇരിക്കുക പൂരിപ്പിക്കാൻ പറ്റും. നമ്മളിവിടെ ഫോണിൽ 2 പേര് പുറത്ത് 2 പേര് വീട്ടിനകത്ത് അവർ പറഞ്ഞ പേരുകൾ ഫോണിലൂടെ ഇവിടെ കൊടുത്ത് അപ്പോഴേ എഴുതി വിധി അപ്പോഴേ ചേർക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ 3-4 ദിവസം ഡീറ്റെയിൽ കൊടുക്കും. നമ്മൾ പേരും വീട്ടുപേരും ഏത് സ്കൂളാണെന്ന് മാത്രമേ എനിക്ക് കൊടുക്കൂ. ഈ അതെല്ലാം എഴുതി പൂർത്തിയാക്കി പിന്നെ ഓക്കെ ആയി കഴിയുമ്പോഴാണ് നമ്മൾ അഡ്മിഷൻ്റെ മറ്റു പ്രോസസ്സുകളെല്ലാം ആരംഭിക്കുന്നത്. അത്ര കാര്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ ഒത്തിരി പേർക്ക് സാർവത്രിക സ്കൂൾ അധ്യാപകർ അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വേണമെങ്കിൽ സാറിന് വേണ്ടെന്ന് നോക്കാം. പക്ഷെ അതിലൊന്നും ഇതുവരെ ഈ നിമിഷം വരെ ഇവന്മാരുടെ പോകുന്ന ഈ നിമിഷം വരെ ഒരു മാറ്റവും സാറ് വരുത്തിയിട്ടില്ല. അതിൻ്റെയൊക്കെ ഒരു ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മുടെ ഒരു ശക്തിയാണ്. സാറിനെ പോലെ ഒരാൾക്ക് മാത്രം സാധിക്കുന്ന ആ വെള്ള വസ്ത്രം പോലെ തന്നെ മനസ്സ് വളരെ വളരെ നൈർമല്യവും എല്ലാം നിറഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞൊന്ന് പേടിപ്പിച്ച് എങ്കിൽ പോലും ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു വെല്ലുവിളിയാണ്. കാരണം സാറിനും എനിക്കുമൊക്കെ അറിയാവുന്ന കുറേ ടീച്ചേഴ്സിന് എനിക്ക് അറിയാവുന്ന പണ്ടത്തെ കാലമല്ല, പണ്ടത്തെ ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അതാണ്. ഞങ്ങളുടെ പണ്ടത്തെ രീതിയിലെ കുട്ടികളെ പോലെയാണ് ഇപ്പോഴത്തെ കുട്ടികളെ കാണുകയും ശാസിക്കുകയും ചെയ്യുന്നത്. നേരെ തിരിഞ്ഞും ഒരു കാലഘട്ടമാണ്. സാറിന് ബോധ്യമായിട്ടുണ്ട് എന്നെനിക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും മാനസിക പോലെയുള്ള ഒരു സ്കൂളിൽ ആ ടീച്ചേഴ്സിനെ അത് വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവിടുത്തെ ടീച്ചേഴ്സിനെ കൈകാര്യം ചെയ്യാൻ സാറിന് വിഷയം കാണില്ല. കാരണം നല്ലൊരു നയചാതുര്യം പ്രിൻസാറുണ്ട്. പ്രിൻസാറിന് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് പറയാം, നമുക്ക് പറയാനായിട്ട് പറ്റിയേ. അതുകൊണ്ട് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നും സാർ ഒരു ബുദ്ധിമുട്ട് വരികയില്ല. കുട്ടികളുടെ ഭാഗത്ത് അത് മാത്രമേ ഉള്ളൂ. അതിന് സാറിന് ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. ഞാൻ പറഞ്ഞ ദിവ്യബലിയിൽ നിന്ന് കിട്ടുന്ന ഒരു ശക്തിയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു പ്രശ്നവും സാറിന് ഉണ്ടാകില്ല. നിങ്ങളെ പ്രിയപ്പെട്ട പ്രിൻസാർ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ പറഞ്ഞ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഒരാളുടെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറയാം ക്യാൻസറിന് ഒരു ആശംസ പറയണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. എനിക്ക് സാധിക്കില്ല. കാരണം ഇത് ജൂണിൽ ഞാൻ ഔട്ട് ഓഫ് സിലബസാണ്. അതുകൊണ്ട് പിന്നെ പ്രിൻസാറിന് ഒരു ആശംസ പറയാൻ എനിക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട
രാജകുമാരന്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് എല്ലാവരുടെയും പേരിൽ ഞാൻ ആശംസകൾ നേരുന്നു. തീർച്ചയായും സാറിന് ആലത്തൂര് ശോഭിക്കാനായിട്ട് സാധിക്കും, യാതൊരു സംശയവും വേണ്ട. എല്ലാവിധ അനുഗ്രഹങ്ങളും സാറിന് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് സാറിൻ്റെ അനുവാദം കൂടി ചെറിയ വർഷത്തെ എക്സ്പീരിയൻസ് സാറുമായിട്ട് എനിക്കും ഉണ്ട്. നമ്മുടെ ഒരു ആഗ്രഹ പൂർത്തീകരണം കൂടിയാണ് ഇപ്പോൾ സാറ് മാസ്റ്ററായിട്ട് സ്കൂളിലേക്കാണെങ്കിലും പോകുന്നത്. വളരെ സന്തോഷമുണ്ട്. സാറിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും തന്നെ പാവസാർ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അതിലേക്ക് അധികം കിടക്കാതെ ഒരു ചെറിയൊരു പോയിന്റിലേക്ക് ഞാൻ ഇന്ന് നമ്മൾ പിള്ളേരെ പിടിക്കാനായിട്ട് പോകുന്നുണ്ട്. പിള്ളേരെ പിടിക്കാനായിട്ട് പോകുന്നതിൻ്റെ ഒരു കാരണം സാറ് പറഞ്ഞ ആദ്യത്തെ 17 പേരെ പിടിച്ച് ആ കേസ് വെച്ചിട്ട് 1 ക്ലാസ്സിലെ ഡിവിഷൻ ഡെവലപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് നമ്മുടെ ഹിന്ദി അധ്യാപകനായ ജോസഫ് തോമസ് സാറ് റിട്ടയർ ചെയ്ത സമയത്ത് ഹിന്ദിയുടെ പോസ്റ്റോട് കൂടിയാണ് ഏകദേശം എൻ്റെ റിട്ടയർമെന്റ് പ്രസംഗം എന്ന് പറയുന്നത് ഇതാണ്, ഇവിടെ അവസാനിക്കും. ഇനി ഞാൻ റിട്ടയർ ചെയ്ത് പോയാൽ ഞാൻ തന്നെ വീട്ടിൽ പോകുന്നു. കാരണം എൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ്. ജീനായഹ മർണയഹ സ്കേബിന യാനാകഹം. ഞാൻ പഠിച്ച സ്കൂളാണ്, എൻ്റെ അമ്മയും അമ്മയും പഠിച്ച സ്കൂളാണ്, എൻ്റെ ഭാര്യ പഠിച്ച സ്കൂളാണ്. ഇതെല്ലാം മറ്റു സ്കൂളിലേക്ക് ശരിയാണ്. അപ്പൊ ഞാൻ രാവിലെ പോയപ്പോൾ മറ്റു സ്കൂളിന്റെ വാർത്തയാണ് പോയിരുന്നെങ്കിലും പലപ്പോഴും ഞാൻ മറ്റു സ്കൂളിൽ നോക്കാറില്ല. എൻ്റെ ഫോക്കസിംഗ് എന്ന് പറയുന്നത് ബാലാസനോസം. ഞാൻ പോലും എൻ്റെ മനസ്സിലിരിക്കുന്നത് ബാലാസനോസാണ്. അവസാനം ബാലാസനോസം എന്താണോ അതിന്റെ ഉൾപ്പെടുത്താതെ അവസാനം എത്രയും തീഷ്ണത ഏതായാലും അതിലേക്ക് കൊടുത്തിരിക്കില്ല. കാരണം ഒരു കുറച്ചുകൂടി ജീവിത വ്യാപാരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നത് നീണ്ടു പോകുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആരെങ്കിലും വിളിച്ചിരിക്കുന്ന ഒരു സ്റ്റേജ്, നമ്മളെ കുറിച്ച് ഒരു പരിചയമില്ലാത്ത ആളുകൾ നമ്മളെ കുറിച്ച് നമ്മൾ നോട്ടീസിൽ നോക്കി നമ്മുടെ പേര് വായിച്ചത് അവര് എന്നെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് അതിനകത്ത് എന്തെങ്കിലും കാര്യം അതൊരു ഒരിക്കലും എനിക്ക് അതൊരു ഇന്നോന്നല്ല. ഞാൻ ഇപ്പോൾ ജീവിതത്തിൽ എപ്പോഴും ഒരിക്കലും ഒരു കളവ് പറയാൻ ആഗ്രഹിക്കാത്ത ആളാണ്. ഉള്ളതൊക്കെ പോലെ പറയുന്നു. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ആണെങ്കിൽ ഞാൻ പലപ്പോഴും പ്രസംഗിച്ചാലും ഉള്ള കാര്യങ്ങൾ ഞാൻ പറയാറ്, എല്ലാത്ത കാര്യം പറയാം. പിന്നെ ഞാനിവിടെ നിങ്ങളെ പ്രസംഗിച്ചപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഞാൻ അതിന് മുമ്പായിട്ട് തന്നെ വേണ്ട ആളെ നിർത്തിയേക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ എൻ്റെ 10ാം ക്ലാസ്സിലെ പിള്ളേർ ഒരിക്കലും എന്നോട് ചോദിച്ചു. അപ്പൊ അവര് ഒരാഴ്ച എന്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് കൊണ്ടു കട്ടി, ഇവിടെ ഒന്നും പരിപാടിയില്ല. അപ്പൊ എനിക്കൊരു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നില്ല. അതൊക്കെ പോകും സമ്മതിക്കാവുന്ന എനിക്ക് പറഞ്ഞത്. സാറോട് ഞങ്ങൾക്കുള്ള സ്നേഹം കൊണ്ടല്ലേ ഞങ്ങൾ കേക്ക് വാങ്ങിച്ചു. ഈ കേക്ക് സാറ് കട്ട് ചെയ്തില്ല, പിന്നെ ആര് കട്ട് ചെയ്യും? ഇനി ഞാനാണെങ്കിൽ ഈ കേക്ക് ഞങ്ങൾ കട്ട് ചെയ്യാതെ കൊണ്ട് എന്തിനായിട്ട് ഇന്ന് അത്രയും നമ്മളോട് ഒരു ആളുകള് ഉള്ള ഒരു സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മളോട് സ്നേഹം ഉള്ളത് കൊണ്ടാണല്ലോ തീർച്ചയായിട്ടും നമ്മൾ അവരെ ഒരു മനുഷ്യൻ വിളിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിൽ ഉൾക്കൊള്ളുക എന്നതാണ്. എന്നെ വിളിച്ച് ഇത്രയും നല്ല വാക്കുകൾ പറഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. ഞാൻ പോലും മറന്നു പോയിരുന്ന പല കാര്യങ്ങളാണ് ഓർമ്മിച്ചത്. അപ്പൊ അത് ഓർമ്മിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പല കാര്യങ്ങളും എനിക്ക് ഓർമ്മയിൽ വരുന്നത് കൊണ്ടാണ് ഞാൻ അതൊന്നും പറയാൻ. അല്ലാതെ ഞാനൊരു പ്രസംഗം പറയാനൊരു മൂല്യമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഇതൊന്നുമല്ല. അപ്പം ഞാൻ ഇന്ന് രാവിലെ ഞാനൊരു വാഴ വെച്ചു. ഞാനൊരു വാഴ വെച്ചു എന്നുള്ളൊരു കോമഡി ആണെങ്കിലും അത് റിയൽ ഫാക്റ്റാണ്. ഞാനൊരു വാഴ വെച്ചപ്പോ ഞാൻ വീട്ടുകാരുടെ വെച്ചത് എറണാകുളത്ത് വാടിച്ചാണോ വാഴ സാധാരണ ഈ ഏപ്രിൽ കൂടാണ്. പിന്നെ സാധാരണ നമ്മളൊരു ഉപയോഗമുണ്ടല്ലോ പെൺമാസമായിട്ടായിരുന്നു വാഴ വെച്ചാൽ അത്രയൊന്നും ഓർത്തിട്ടല്ല ഞാൻ വാഴ വെച്ചത്. ആക്ച്വലി ഞാൻ എൻ്റെ ലൈഫിലെ കാര്യങ്ങളെ കുറിച്ച് ചുമ്മാ പറയുന്നു. അപ്പൊ ആ വാഴ വിത്ത് തന്നത് ആരാണെന്നുള്ളതാണ് അതിനകത്ത് പ്രധാനം. കാരണം എന്നെ 1ാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചറാണ് എനിക്ക് ആ വാഴ വിത്ത് തന്നത്. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു വാഴ പിടിച്ചു വെച്ചിട്ടുണ്ട്, അത് വന്ന് എടുത്തോണ്ട് പോകണമെന്ന്. ഞാൻ തന്നെ എടുത്തോണ്ട് ഞാൻ ടീച്ചറായിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാം ക്ലാസ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ഞാൻ എല്ലാ ദിവസവും വിളിക്കാം. ഞാൻ ഒരു ദിവസം വിളിച്ചില്ല, എന്നെ തിരിച്ചു വിളിക്കാം. അതായത് എന്ന് ഫോൺ വന്നോ അന്നും പറഞ്ഞു. എൻ്റെ ഈ ഫോണില് ഞങ്ങളുടെ എല്ലാ ദിവസത്തെയും ചാറ്റ് ഹിസ്റ്ററി, എല്ലാ ദിവസത്തെയും ഒന്നെങ്കിൽ ടീച്ചർ വോയിസ് മെസ്സേജ് ഇടും, അല്ലെങ്കിൽ ഞാൻ ടീച്ചറിന് വോയിസ് മെസ്സേജ് ഇടും. ഒരു ദിവസം എൻ്റെ മെസ്സേജ് കണ്ടില്ലെങ്കിൽ ടീച്ചർ എന്നെ അന്വേഷിച്ച ടീച്ചർ ഒരാഴ്ച ഒരു ദിവസം എങ്ങനെ ടീച്ചർ അന്വേഷിച്ചു പോകാം. ഇനി കുറേ ദിവസം എന്നെ കണ്ടില്ലെങ്കിൽ ടീച്ചർ എന്നെ അന്വേഷിച്ചതാണ്. അപ്പോൾ ഞാൻ ഇതൊരു
ലേഖനം എഴുതാനായിട്ടൊന്നും ഞാൻ പറയണല്ല, അല്ലെങ്കിൽ പത്രത്തിൽ കൊടുക്കാനുള്ള കാര്യം പറയുന്നത് അത്രയും ദൃഢമായി എന്നെ 1ാം ക്ലാസ് അക്ഷരപ്പെടുന്ന ടീച്ചറുമായിട്ട് എനിക്ക് അത്രയും ആത്മബന്ധം. അപ്പൊ ഞാൻ ഈ ഹെഡ് മാസ്റ്റർ പോസ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ആ അപ്പോയിന്റ്മെന്റോട് കൊണ്ട് കാണിച്ചത് ടീച്ചറിനെയാണ്. ടീച്ചറിനെ പഠിച്ച എന്നെ ചുംബിച്ചു. എന്റെ അമ്മയെ പോലെ ഞാൻ കണക്കാക്കുന്നവരാണ്. അപ്പൊ അന്ന് തൊട്ട് ഇന്ന് വരെ എന്റെ വളർച്ചയിലെ പലങ്ങളിൽ ഞാൻ മത്സരങ്ങളിലും പ്രസംഗിക്കുകയൊക്കെ ചെയ്ത് ഞാൻ ഞാൻ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന സമയത്ത് പണ്ട് ഞാൻ മത്സരങ്ങൾക്ക് പോകാറുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ദയവായിട്ട് ഭാവം പറയുന്നതോ മോശം പറയുന്നതോ താവമായിട്ട് ദയവായിട്ട് കണക്ക് കൂട്ടുന്നത് അങ്ങനെ ഒരു കാര്യമല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കും. അപ്പം താഴെ ഇരുന്ന് പലരും ടീച്ചർ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആക്ഷൻ കാണിക്കും. നമുക്ക് ഭയങ്കര പ്രോത്സാഹനമാണ്. താഴെ ഇരുന്ന ഒരു ടീച്ചറെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ താഴെ ഇരുന്ന് നമ്മളെ എൻകറേജ് ചെയ്യുന്നു, തെറ്റിപ്പോയതിനെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. ഞാൻ ജീവിതത്തിൽ എനിക്ക് അതുകൊണ്ട് ഇപ്പോഴും പിന്നെ വിഷയം ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ നമുക്കൊന്നും അറിയാം. അപ്പൊ അങ്ങനെ ഒരു മോഡലായിട്ട് ഞാൻ എന്റെ മനസ്സിൽ കാണുന്ന ഒരു ടീച്ചർ. പിന്നെ ഈ പല ബന്ധമുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് പക്ഷേ പഠിച്ചേ ബാബു സാർ എന്നേക്കാൾ കൂടുതൽ കാര്യമായിട്ട് പഠിച്ചതാണ്. പക്ഷേ എനിക്ക് പാലാ സെന്റ് തോമസിനോട് അതിൽ കൂടുതൽ ബന്ധം. കാരണം ഈ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ദിവസം കിടന്നിറങ്ങിയ ഞാനാണ്. ജോബിൻ സാറെ പഠിച്ച ഈ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ദിവസം കിടന്നിറങ്ങിയ ആൾ ഞാനായിരുന്നു. കാരണം ഞങ്ങളിവിടെ DTC പഠിച്ച പഠിച്ച സമയത്ത് ഞാൻ സെലിബ്രിറ്റി ഒന്നിച്ച് പഠിച്ച ആ സമയത്തായിരുന്നു സ്റ്റേറ്റ് മീറ്റ്. അത് ഒരാഴ്ച കിട്ടില്ലായിരുന്നു. ആ സ്റ്റേറ്റ് മീറ്റ് മുഴുവൻ വിളമ്പുന്ന ഫുഡിന്റെ ചുമതലയാണ് ഞങ്ങളൊക്കെ വിളമ്പുകാരെ ഓടിച്ചോർത്ത് ഞങ്ങളുടെ മുഴുവൻ താമസിക്കുക. ഒരാഴ്ചക്കാലം ഞങ്ങളിവിടെ സ്റ്റേറ്റ് മീറ്റിൽ ഇവിടെ താമസിക്കുക, രാത്രി കാലങ്ങളിൽ കടയിൽ പോവുക, കട ഉറപ്പിക്കുക, അതിനുള്ള മൈദ എടുത്തോണ്ട് വരിക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്ത് ഒരാഴ്ച ഇവിടെ. അതേപോലെ ഒരു യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. ആ യൂത്ത് ഫെസ്റ്റിവലിന് മുഴുവൻ സമയത്ത് ഞങ്ങൾ ഇവിടെയാണ് വാങ്ങിക്കൊണ്ട് പിന്നെ ടൂറ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ മുഴുവൻ കിടക്കുന്നത് ഇവിടെ പിള്ളേർ നേരത്തെ കൊടുക്കുന്ന സമയത്തല്ല ഇവിടെയാണ്. പിന്നെ KCSL ക്യാമ്പുകൾ എത്രയോ ക്യാമ്പുകൾ ഞാൻ കിടന്നു കൂടിയിട്ടുണ്ട്. അപ്പം ഈ ഉരുളം വരാതെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു പോയ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഈ പഠിപ്പിടം പറഞ്ഞു കഴിഞ്ഞാൽ അത് സെന്റ് തോമസിൽ വിട്ട് സെന്റ് തോമസില് വേറൊരു പോസ്റ്റല്ല. സെന്റ് തോമസിൽ അധ്യാപകനായിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു എന്നെ സംബന്ധിച്ച് എനിക്ക് ജീവിതത്തിൽ വേറെ വലിയ പോസ്റ്റുകളൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. സെന്റ് തോമസിൽ അധ്യാപകനായിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് ദൈവം 2 തവണ എനിക്ക് ഇടയാക്കി. ആദ്യത്തെ പ്രാവശ്യം ഞാൻ മാനന്തവാടി പോസ്റ്റ് പോയാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പം 2 വർഷം കഴിഞ്ഞപ്പം അങ്ങനെ ചില സന്തോഷകരമായ കാര്യങ്ങൾ സങ്കടകരമായ കാര്യങ്ങൾ ചേർന്ന് പറയും. ദൈവം നമ്മളോട് നമുക്കൊരു കാര്യത്തിൽ വിഷമം വരുന്നത് വരേണ്ട കാര്യമില്ലാതെ ഞാൻ പറയുന്നത് എനിക്ക് വളരെ നല്ലൊരു ബോധ്യം. ഞാൻ 5ാം ക്ലാസ്സില് 7ാം ക്ലാസ്സിൽ 2 ഡിവിഷൻ ഉണ്ടായിരുന്നു. 5, 6 ഓരോ ഡിവിഷൻ ചെറിയ സംഭവം. 7ാം ക്ലാസ്സിൽ 2 ഡിവിഷൻ. അപ്പൊ ആ ഡിവിഷൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വർഷം 7ാം ക്ലാസ്സിൽ UP ഓരോ ഡിവിഷൻ ആവും. അപ്പൊ ആ സമയത്ത് ഞാൻ നമ്മുടെ യുദ്ധാവായിരുന്നു അന്ന് കോർപ്പറേറ്റ് സെക്രട്ടറി. അപ്പൊ ഞാൻ ഇവിടെ ഇന്റർനാഷണൽ ഞാൻ പറഞ്ഞത് ഡിവിഷൻ പോകുന്നത് 5ാം ക്ലാസ് ഡിവിഷൻ പിടിച്ചാലോ ഇവിടെ ഒരു ക്ലാസ് മുറി കുറവാണ്. ഒരു മൾട്ടിമീഡിയ ഗ്രൂപ്പ് ഉണ്ടാകാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് പോട്ടെ ഇപ്പൊ തന്നെ ഉച്ചത്തിനൊക്കെയുള്ള ഇല്ലായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഡിവിഷൻ പിടിക്കാത്തോട്ടുള്ള എൻഗേജ്മെന്റ് പിടിക്കണം നല്ല എന്റെ സ്വാർത്ഥതയുണ്ട്. കാരണം എനിക്ക് നിൽക്കാറ്. അപ്പൊ ഏതായാലും കിടക്കുന്ന പിതാവ് പറഞ്ഞു സെൻട്രൽ സ്കൂളല്ലേ, മലപ്പള്ളി സ്കൂളല്ലേ, അപ്പൊ അവിടുത്തെ ഡിവിഷൻ കളയാതെ 5ാം ക്ലാസ് ഡിവിഷൻ പിടിക്കാൻ ഇതാണ്. അപ്പൊ ഏതായാലും ഞാൻ കഴിഞ്ഞ വർഷം അവിടുത്തെ ഡിവിഷൻ പോയി വന്നതായതുകൊണ്ട് എന്നോടൊരു സ്വഭാവം കൊണ്ട് പിതാവ് അച്ഛനോടും പറഞ്ഞു 5ാം ക്ലാസ് ഡിവിഷൻ പിടിക്കാം. അന്ന് ഡിവിഷൻ പിടിക്കാൻ എങ്ങനെ ഡിവിഷൻ പിടിക്കുന്നത്? 5ാം ക്ലാസ്സിലേക്ക് വരുന്ന പുതിയ പിള്ളേർ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ പ്രദേശത്തെ എല്ലാ വീടുകളിലും കൂടെ പോയി അങ്ങനെ ഒരു ബൈക്കേലാണ്. ഞാൻ ആ ബൈക്കേല് ഞാനുണ്ടായിരുന്നു, സായം സാറും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ പ്രദേശത്തെ പല വീടുകളിലൂടെ എല്ലാം പോയി പല മിൽപ്പാറിലെ ജീവനക്കാരുടെയൊക്കെ മക്കളുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും കണ്ട് 58 പിള്ളേരെ തികച്ച് ഡിവിഷൻ ഉണ്ടാകും. അപ്പൊ ആ ഡിവിഷന് ഇന്നത്തെ പരിശീലനം എല്ലാം കൊടുത്ത് നല്ലൊരു 10 ക്ലാസ് ചെയ്തു. പിന്നത്തെ വർഷം അതിനടുത്ത് ഒരു ബാച്ച് കയറി വന്നു. അങ്ങനെ 7ാം ക്ലാസ് കഴിഞ്ഞു. അതിനുശേഷം 5ാം ക്ലാസ് 3 ഡിവിഷനായി മാറും. വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്ക് UP സ്കൂളിൽ ഞാൻ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ആ ഒരു ഡിവിഷൻ പിടിച്ച് നിർത്തി ഇത്രയും ആൾക്കാരുടെ ജോലി വന്നു. ഞാനതൊന്നും കാരണമല്ല എങ്കിലും നടന്നിരിക്കുന്ന കാണാൻ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ അപ്പം അതിനകത്ത് വേറെ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിൽ ഞാൻ 6ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിരുന്നു. 6ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ ഞാൻ അന്വേഷണത്തിൽ എല്ലാം എഴുതി എല്ലാം റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 6ാം ക്ലാസ്സിലെ പുതിയ ഡിവിഷൻ വന്നപ്പോൾ പുതിയ ആൾ വന്നു കഴിഞ്ഞാൽ പുതിയ ആളുടെ ആഗ്രഹം ഈ 6ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയം അദ്ദേഹത്തിന് കിട്ടിയേക്കുള്ള. അപ്പോൾ ഞാൻ അന്വേഷണത്തൊക്കെ എഴുതി എല്ലാം റെഡിയാക്കി വെച്ചാൽ
പുതിയതായിട്ട് ഞങ്ങൾ ഫ്രഷ് ഹാൻഡാണ്, അവൻ പാസ്സായിട്ടുള്ള പുതിയ ഡിവിഷനിലേക്ക് വന്ന. അപ്പൊ ഇങ്ങനെ ഒരു ആഗ്രഹം വർഷമായിട്ട് പ്രത്യക്ഷമായിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ എടുത്തോ ഞാൻ ഇവിടെ നിന്നാൽ മതി, കുഴപ്പമില്ല. ഞാൻ ഏത് കാര്യത്തിൽ എനിക്ക് ആരെങ്കിലും ഒരാൾ ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ ഇട്ട് കൊടുക്കാറ് തന്നേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആരോട് ചോദിച്ചു ഇട്ട് കൊടുക്കാറില്ലായിരുന്നു. അതെന്തിനാണ് ഇട്ട് കൊടുത്തത്? സാറിനൊക്കെ സീരിയസ്. എന്ത് സീരിയസ്? അവർക്ക് ഒരാൾക്കിനെ ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ തമ്പുരാൻ പറഞ്ഞേക്കുന്ന പോലെ ഇതിന്റെ മേലേക്ക് ചോദിച്ചാൽ പുറത്തായിട്ട് കൊടുത്തേക്കാം. അപ്പോൾ ഞാനത് കൊടുത്തു. അപ്പോൾ ഏതായാലും എനിക്ക് വലിയ വിഷമം തോന്നി. പക്ഷേ 10 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രൊമോഷൻ ഇത് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ 5 പേരുടെ പുറകിലായിരുന്നു പ്രൊമോഷൻ. പക്ഷെ കൂട്ടിക്കലായിരുന്നു ആർഗ്യുമെന്റ്. അപ്പോൾ 5 പേരെ കവർ ചെയ്ത് 5 പേരെ ചേർത്തി വരാൻ വേണ്ട. അപ്പോൾ എന്നോട് അടുത്ത് ചോദിച്ചു കൂട്ടിക്കൽ പോകാൻ പറ്റും. അപ്പോൾ എങ്ങനെ പറഞ്ഞു? അപ്പോൾ അങ്ങനെ 5 പേരെ കവർ ചെയ്ത് എനിക്ക് പ്രൊമോഷൻ. അത്രയും നേരം ഞാൻ ഒരു സ്ഥലത്ത് എനിക്ക് വേറെ സ്ഥലത്ത് ഒരു വർഷം കഴിഞ്ഞ് കൂട്ടിക്കൽ എനിക്ക് രാമപുരത്ത് യുവാക്കൊണ്ട് എന്റെ ഒരു എടുക്കല്ല. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ തന്നെ കൊണ്ട് തന്നതായിരുന്നു. അപ്പം അവിടെയും കഴിഞ്ഞ് ഈ അവസാനം പറഞ്ഞ ഇനി 9ാം ക്ലാസ്സിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലത്തൊക്കെ ഞങ്ങൾ ഇതുപോലെ ഡിവിഷൻ പിടിച്ചു. ഡിവിഷൻ നിലനിർത്തി. സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാവരും നിങ്ങളെല്ലാവരുടെയും ഞാൻ എസ്പെഷ്യലി ബാബുസാറിനെ എൻ്റെ ഒരു ചേട്ടനായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം പുള്ളിയുടെ ഒരു ഞങ്ങൾ തമ്മിൽ ഇന്നേ വരെ 16 വർഷത്തിനോടൊക്കെ ഒരു കാര്യത്തിൽ പോലും ഒരു ചെറിയ വാക്ക് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ബാബുസാർ എന്നോട് കാര്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ ബാബുസാറോ അല്ലെങ്കിൽ സാധാരണ സ്കൂളുകളിലൊക്കെ പ്രശ്നം ഉണ്ടാകുന്നതായിട്ട് ഗ്രൂപ്പ് ഉണ്ടാവും. അല്ലെങ്കിൽ ഞാനോ വലുത് നീയോ വലുത്. കാരണം ഞങ്ങൾ വലുതല്ല. ഞങ്ങൾ ഒരിക്കലും സ്കൂളിൻ്റെ നന്മ മാത്രമേ നോക്കാവൂ. ഒരിക്കലും ബാബുസാർ എന്ത് പറഞ്ഞാലും പിന്നെ ഞാൻ ചെറിയ നിർദ്ദേശം പറയും. പിന്നെ സാറാണെങ്കിലും എനിക്ക് സാറിനോട് പറയാൻ കാണുന്ന ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ ടീച്ചേഴ്സിന് ഫേവറബിളായിട്ടാണ് സാർ. സാറ് പോയാലും സാറ് ബുദ്ധിമുട്ടുണ്ടായാലും സാറ് ടീച്ചേഴ്സിന് ഫേവറബിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സാറ്. അപ്പോൾ ഇത്രയും വർഷം ഇത്രയും ടീമായി പോയി നിങ്ങൾ ഓരോരുത്തരോടും നല്ല ബന്ധമുണ്ട്. പിന്നെ ഈ വർഷത്തെ ഏറ്റവും വലിയ സന്തോഷം ഈ സ്റ്റാഫ് പോലെ തമാശ കുറഞ്ഞു പോയ സമയത്താണ് ഇസ്മാൻ സാർ തിരിച്ച് വീണ്ടും സ്റ്റാഫിനെ ഒന്നുകൂടെ ലൈവാക്കാൻ ആ പോയതിനേക്കാൾ ആക്റ്റീവായിട്ട് വളരെ രസകരമായ ഒരു വർഷം കഴിഞ്ഞു പോയി. തീർച്ചയായിട്ടും ആ നല്ല തമാശനടയ്ക്കുന്ന ബാബുസാർ പോകുന്നു. അപ്പം ഞാൻ ടീച്ചർ പോകുന്നപ്പം ഞാൻ പോകുന്നു. സെന്റ് തോമസ് രാവിലെ വാട്സാപ്പ് എടുത്ത് നോക്കിയാൽ സെന്റ് തോമസിന് മെസ്സേജ് നോക്കിയിട്ട് തീർച്ചയായിട്ടും ബാക്കി മെസ്സേജ് നോക്കാം. സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ എനിക്ക് കറക്റ്റ് വന്നതാണ്. ഈ സെന്റ് തോമസിന് ഞാൻ നോക്കാം. സെന്റ് തോമസിലെ മെസ്സേജുകൾ ഇനി കാണാൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം പേപ്പർ കൊടുക്കുന്നവരായിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സെന്റ് തോമസിൽ നോക്കാം. പിന്നെ അത് തീർച്ചയായിട്ടും നമുക്ക് വലിയ വിഷമമാണ്. ഇനി അങ്ങനെ ഒരു ടീം ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു കൂട്ടുകെട്ട് ഉണ്ടാവില്ല. ഈ സ്കൂളിൽ ഏറ്റവും കൂടുതൽ വ്യത്യസ്ത പേരുകൾ ധരിക്കാൻ എനിക്ക് തോന്നുന്നു. പിന്നെ ചിലര് പ്രിൻസെന്ന് വിളിക്കും, പ്രിൻസാറെന്ന് വിളിക്കും, ചിലർ എന്നെ രാജകുമാരെന്ന് വിളിക്കും, ചിലർ കുമാരെന്ന് വിളിക്കും, ചില ഇടക്കരസാറെന്ന് വിളിക്കും, ചിലർ പ്രസിഡന്റ് എന്ന് വിളിക്കും. ഇങ്ങനെ ഇത്രയും പേര് വെറൈറ്റി പേര് ആളുകളാണ് എനിക്ക് തോന്നുന്നത്. അതെല്ലാം സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണ്. ഞാനതെല്ലാം അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെയുള്ള ഓരോരുത്തരോടും എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യമില്ല. എല്ലാവരോടും നന്ദിയും സ്നേഹവും കടപ്പാടും മാത്രമേ ഉള്ളൂ. ഒരു സെന്റ് തോമസിനെയും നന്നായി വരട്ടെ. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ ആനത്തൊരു സ്കൂളാണെങ്കിലും സെന്റ് തോമസിലെ ഡിവിഷൻ ഒരിക്കലും നഷ്ടപ്പെടുന്നത്, സെന്റ് തോമസിലെ പിള്ളേർ കുറയരുത്, സെന്റ് തോമസ് പൂർവാധികം സുഹൃത്തിക്കണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹിക്കാനുള്ളൂ, പ്രാർത്ഥിക്കാനുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇത്രയും കാലം ഈ ഒരു വർഷം വലിയതുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിച്ചു. അച്ഛനോട് വളരെ നല്ല സ്നേഹ സഹകരണത്തിൽ ഞങ്ങൾ ഒന്നിച്ചു പോയി. മുമ്പ് അച്ഛനായിട്ട് ഞങ്ങൾ കുറേ വർഷം ഒന്നിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പം ഈ ഒരു വർഷവും അതുപോലെ തന്നെ തിരിച്ചു വന്നു. നല്ല രീതിയിൽ ഏറ്റവും നല്ല ഐഡിയ ആയിട്ടുള്ള സ്റ്റാഫ് സംവിധാനങ്ങളെല്ലാം കൊണ്ടുപോകും. ഇത്രയും വികസന പ്രവർത്തനങ്ങൾ അച്ഛന് തുടങ്ങി വെച്ചു. അച്ഛനുണ്ടായിരുന്നൊരു ബുദ്ധിമുട്ട് കാരണം ഈ പ്രാവശ്യം ഉണ്ടായിരുന്ന പ്രശ്നം എല്ലാ സ്കൂളിലും പ്രശ്നങ്ങളുണ്ടാവാം. അപ്പം അത് സാരമില്ല, അതിനെയൊക്കെ മറികടക്കുക പോകാന്നുള്ളത് മാത്രമേ മാർഗമുള്ളൂ. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മളെല്ലാവരും അച്ഛൻ്റെ പിറകിൽ ഒറ്റക്കെട്ടായിട്ട് നിന്നു. അതുകൊണ്ട് തന്നെ ആ പ്രശ്നത്തിനെ അച്ഛൻ ഒരു പ്രാവശ്യം പറഞ്ഞു, ഇവിടെ നമ്മൾ പലരും പുറത്തുള്ള ആളുകളൊക്കെ ചോദിക്കുന്ന സത്യമാണ്. കാരണം എന്നോട് ചോദിച്ചാൽ എന്താ പ്രശ്നം, ഒരു ദിവസം രാവിലെ രാത്രിയിൽ ഒരുപാട് കിട്ടും, രണ്ടാമത്തെ എന്നാ പ്രശ്നം, പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. അപ്പം എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് പറയും, നമ്മളെല്ലാം കൂടുന്നു. കുറെ നേരം കഴിഞ്ഞ് കഴിയുമ്പം സാർ എന്നെ കൂടില്ലാത്ത ഞാൻ പറയുന്ന സാറേ എല്ലാത്തോളം കാൺഫിഡൻസ് കാണുമായിരിക്കില്ലേ, അതിന് ഞാനൊന്നും പറഞ്ഞില്ല. അപ്പൊ അതിനെ പിറ്റേ ദിവസം പറയുന്ന സാറിന്റെ ഒന്നും ഒരു കൂടില്ല, കാരണം അവർക്കൊക്കെ അറിയാവുന്ന ട്രാൻസ്ഫർ ഉണ്ടെന്ന് അവർ വിചാരിക്കുന്നു. ഞാനൊന്നും പറഞ്ഞതല്ല, എല്ലാ ഉത്തരങ്ങളും അവർ തന്നെ പറഞ്ഞിട്ട് അവർ തന്നെ അതിന്റെ കൺക്ലൂഷൻ എത്തി. അതിന്റെ ട്രാൻസ്ഫർ ലിസ്റ്റും കൂടെ അവർ തന്നെയാണ് പബ്ലിഷ് ചെയ്യുന്നത്. നമുക്ക് ഇതൊന്നും പുറത്തുള്ള ആളുകള് തിരിക്കുന്നതോ ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല, അവരുടെ വാങ്ങി കെട്ടാൻ പറ്റില്ല. കാരണം ഞാൻ
കഥകൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല എന്നുള്ളത് എനിക്ക് കഴിഞ്ഞ സമയത്ത് തീർച്ചയായിട്ടും നല്ല